ശ്രീ തോമസ് ഐസക്, ഇപ്പോൾ എൻ ശ്രീകുമാർ പറയുന്നത് CPIM ആകട്ടെ, താങ്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നതാകട്ടെ ഒക്കെ ആ വാദഗതികളുടെ മുനയൊടിഞ്ഞു എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് സർക്കാർ ചോദിച്ചതിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചോദിച്ചതിനെ ഉദാഹരിച്ചു പറയുന്നു. ദേശാഭിമാനിയെ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് ആ വാദഗതികൾ സ്ഥാപിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചല്ലോ. ഞാനതിൽ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞതിലെ പ്രതിപക്ഷ വിമർശനമുണ്ട്. ഓഹരി വിറ്റിട്ടില്ല, വിറ്റു എന്ന തരത്തിൽ കൃത്യമായി CPM നിലപാടെടുത്തു. ആ ധ്വനിപ്പിക്കുന്ന നിലയിലാണ് സംസാരിച്ചത്. ഇവിടെ ഓഹരി വിറ്റിട്ടില്ലല്ലോ എന്ന നിലയിലൊരു ആർഗ്യുമെൻ്റ് ഇപ്പോഴും സർക്കാരിന് എടുക്കാൻ കഴിയുന്നു. ആ നിലയിൽ പ്രതിപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടിനെ വിമർശിക്കാനാണ് അദ്ദേഹം തയ്യാറായിട്ടുള്ളത്. മറുപടി എന്താണ്? ചോദ്യം, മുഖ്യമന്ത്രി എന്ത് തെറ്റ് ചെയ്തു, UDF എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇന്നാരംഭിക്കേണ്ടതല്ലെന്ന്. ഈ കരാർ 2011 ഒപ്പുവെച്ചത്. അന്ന് ഞങ്ങൾ ഇതിനെ കടൽക്കൊള്ളാന്ന് വിളിച്ചു. എന്താ കാര്യം? അതിന് മുമ്പുണ്ടായിരുന്ന സർക്കാർ മുൻകൈയെടുത്ത് പോർട്ട് പണിയുക, അതിന് ടെൻഡറും വിളിച്ചിരുന്നു. ആ ടെൻഡർ എടുത്ത കമ്പനിക്ക് ചൈനയുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഡിസലോ ചെയ്തപ്പോഴാണ് പരിപാടി പൊളിഞ്ഞു പോയത്. സർക്കാർ പോർട്ട് പണിയും, എന്നിട്ട് അതിൻ്റെ നടത്തിപ്പിന് ടെൻഡർ വിളിച്ച് ആര് വേണമെങ്കിലും ആവാം, ഈ അദാനിയോ വേറെ ആര്. നമ്മൾ പറയണത് എന്താ? കിട്ടുന്ന വരുമാനത്തിൽ എന്ത് കേരള സർക്കാരിന് തരും. ഇതായിരുന്നു ടെൻഡർ വ്യവസ്ഥ. അത് മാറ്റി പോർട്ട് പണിയാനും അദാനിയെ ചുമതലപ്പെടുത്തി, നടത്താനും അദാനിയെ ചുമതലപ്പെടുത്തി. പക്ഷെ പണിയുന്നതിനുള്ള ചെലവിൻ്റെ 70% സംസ്ഥാന സർക്കാർ കൊടുക്കും. എന്ന് മാത്രമല്ല, ഇത്രയും കൊടുത്താലും 30 വർഷക്കാലം ലാഭത്തിൽ ഒരു പൈസ കിട്ടത്തില്ല. തീർന്നില്ല. ഇപ്പം ഉണ്ടായുള്ള ക്യാപിറ്റൽ ഗെയിൻസ് 2500 കോടി രൂപ മുടക്കിയപ്പോൾ 49% ഷെയറിന് കിട്ടിയത് 13,000 കോടി രൂപയാണ്. അപ്പോൾ 2500 കോടി രൂപയുടെ ഇപ്പോഴത്തെ മൂല്യം ഒരു 25,000 കോടി രൂപയാണ്. ഈ ക്യാപിറ്റൽ ഗെയിൻസിന് എന്തെങ്കിലും കേരളത്തിന് കിട്ടുന്നുണ്ടോ? ഇതൊരു തീവട്ടിക്കൊള്ളയാണ്. അപ്പോഴാണ് ശ്രീകുമാറിൻ്റെ ഒരു ചോദ്യം. അദ്ദേഹം വർത്തമാനത്തെ ചോദിച്ചു, നിങ്ങളെന്തുകൊണ്ട് തിരുത്തിയില്ല? നിങ്ങളെന്തുകൊണ്ട്, നിങ്ങൾ ഭരണത്തിലിരുന്നപ്പോൾ ഇവരൊക്കെ പ്രിയപ്പെട്ടവർ പാർട്ട്ണർ എന്ന് അദാനിയെ വിളിച്ചു. ഭരണത്തിൽ കയറിയപ്പോഴല്ല, ഇനെ കടക്കൊള്ള എന്നെല്ലാം വിളിച്ചെങ്കിലും കരാർ ഒപ്പുവെച്ചു. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന് വേണം. അതുകൊണ്ട് ഇലക്ഷന് മുന്നേ മത്സരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വിമർശനമുണ്ടെങ്കിലും വിഴിഞ്ഞം തുറമുഖം UDF വെച്ച കരാറിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കും. വെച്ച കരാർ റദ്ദാക്കിയിട്ട് കേസിന് പോയിട്ട് അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം കുളച്ചിൽ വേറെ തുറമുഖം വരുന്നുണ്ട്. നമുക്ക് എന്നേക്കുമായിട്ട് ഈ അവസരം പോകും. അതുകൊണ്ട് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് 1ാം ഘട്ടം തീർത്ത് 2ാം ഘട്ടത്തിന് തുടക്കം കുറിക്കാൻ പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഓഹരി കൈമാറ്റം വരുന്നത്. ഈ ഓഹരി കൈമാറ്റം വരുന്നത് ഒരു കേരളത്തിന് അനുവാദം വേണം, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. കൈമാറ്റം ചെയ്ത് കഴിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അവർ കൈമാറ്റം ചെയ്യുന്നു എന്ന് സെബി അറിയിച്ചു കഴിഞ്ഞു. എന്ന് വെച്ചാൽ ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ്. കേരളം സമ്മതിക്കും എന്നുള്ള ധാരണ അനൗപചാരികം എത്തിയിട്ടുണ്ടെന്ന്. ഞങ്ങളുടെ ആക്ഷേപം ഇതാണ് മംഗലാപുരത്ത് നടത്തിയ ചർച്ചയെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സെബി അറിയിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ധൈര്യപ്പെടുമോ? എഗ്രിമെന്റിൽ കൃത്യമായിട്ട് വ്യവസ്ഥയുള്ളപ്പോൾ സർക്കാരിന് കത്തെഴുതാതെ പോയിട്ട് സെബി അറിയിക്കാൻ പോകുന്നത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഫൗള്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? സതീശൻ അതൃപ്തി പറഞ്ഞുള്ളൂ, പ്രതിഷേധിച്ചില്ല കേട്ടോ. പാടില്ല, ചെയ്യാൻ പാടില്ലാത്താണെന്ന് പറഞ്ഞോ? ഒരു അതിർത്തിയിൽ നിർത്തിയില്ലേ? 2,
ഇനിയിപ്പോ എന്ത് തീരുമാനം ഇത് സംബന്ധിച്ചെടുത്താലും ഒരു കാര്യം ഇത് വ്യക്തമാക്കി, UDF ചെയ്ത തെറ്റ്, കേരളത്തോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചന അത് തുളിയായിരുന്നു. ഇതിന്റെ മുഴുവൻ ചെലവിൽ 70% മുടക്കിയിട്ട് 10 പൈസ നമുക്ക് ഇത് ഈ 30 വർഷക്കാലത്ത് കിട്ടാത്ത ഒരു കരാറിൽ സംസ്ഥാനത്തെ കൊണ്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നിട്ട് ഈ ബഡ്ജറ്റിൽ തുറമുഖാടിസ്ഥാനത്തിലുള്ള നഗരമായിട്ട് കേരളത്തെ മാറ്റും. എങ്ങനെ? ഈ വിഴിഞ്ഞം മാതൃകയില അവിടെയാണ് ചർച്ച വരുന്നത്. അല്ലാതെ ഇതിപ്പോ ദേശമേലിൽ എന്ത് വന്നു അപ്പുറത്തെ ദിവസം എന്നുള്ളതല്ല. ഞങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപം ഒന്ന്, ഇത് UDFന്റെ കടൽക്കൊള്ള. ആ തെറ്റ് തിരുത്താനൊരു സന്ദർഭമുണ്ട്. ഇവർക്ക് അനുവാദം കിട്ടുന്ന കേരള സർക്കാർ അനുമതി കൊടുക്കണം. അപ്പോൾ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എങ്ങനെ ഈ സർക്കാർ വിലപേശാൻ ഉദ്ദേശിക്കുന്നു, അത് എംപവർഡ് കമ്മിറ്റി ചെയ്യേണ്ടല്ലെന്ന് രാഷ്ട്രീയമായ തീരുമാനമാണ്, അത് പറയണം. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ചർച്ചകളിൽ മുന്നോട്ട് പോകുമ്പോൾ വളരെ ഗൗരവമായി ആലോചിക്കാവുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ ഐസക് സൂചിപ്പിച്ച ഈ ഒരു വിഷയം. സംസ്ഥാനത്തിന് എത്രമാത്രം വിലപേശി അദാനി കമ്പനിയുമായി നിന്ന് സ്റ്റേറ്റിന് ഗുണകരമാകും വിധത്തിലേക്ക് ആ പഴയ കരാറിൽ നിന്ന്, അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കിട്ടുന്നൊരു അവസരമാണ് UDF സർക്കാരിന് എന്നുള്ളതാണ്.